രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. ഭക്തിസാന്ദ്രമായ രാമായണ മാസം കടന്നു പോവുകയാണ്. രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണകുമാരൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ധർമ്മ സ്ഥാപിക്കാൻ വേണ്ടി പരബ്രഹ്മമായ ശ്രീരാമസ്വാമികളും അടുത്ത് തന്നെയായിട്ട് പ്രണയത്തിൻ്റെ തന്നെ പ്രതീകമായി ഭഗവാനോടുള്ള ഇഷ്ടത്തോടു കൂടി നിൽക്കുന്ന സീതാദേവിയെയും ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഭഗവാനെ നോക്കി നിൽക്കുന്ന ലക്ഷ്മണകുമാരനും ഭക്തിയോടെ കാൽക്കീഴിലിരിക്കുന്ന വാനരനായ ഹനുമാൻ സ്വാമിയെ നമുക്ക് കാണാൻ സാധിക്കൂലേ. അപ്പം നമുക്ക് തന്നെ പരബ്രഹ്മത്തിലേക്ക് അടുക്കാൻ പ്രണയത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഇതെല്ലാം തികഞ്ഞ് വാനര സ്വഭാവത്തോടു കൂടിയ കവിവര്യനായ ഹനുമാൻ സ്വാമിയും നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമ്മളും ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് നമ്മളെ ചിന്തകളും പല ഭാഗത്തേക്കും ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട് പറന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധയോടെ പ്രണയത്തോടെ ഭക്തിയോടെ ഭഗവാനിലേക്ക് മുഴുകിയിരിക്കുമ്പോൾ നമുക്കും ഹനുമാൻ സ്വാമിയെ പോലെ അല്ലെങ്കിൽ നമുക്കൊരു ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഹനുമാനെ പോലെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ നമുക്കും സാധിക്കട്ടെ അല്ലേ. അപ്പം ഈ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത രാമായണം വായിക്കുക എന്നുള്ളത് മാത്രമൊന്നുമല്ല. കർക്കിടക വാവുബലിയാണ് വരാൻ പോകുന്നത്. എൻ്റെ അച്ഛമ്മ ഒരു കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. അതായത് വാവ് വയസ്സനായി കഴിഞ്ഞാൽ ഓണം ബാല്യക്കാരനായിരിക്കും, ഓണം ചെറുപ്പക്കാരനായിരിക്കും. ഈ പ്രാവശ്യത്തെ പ്രത്യേകതയും അത് തന്നെയാണ്. കർക്കിടക മാസത്തിൻ്റെ അവസാനമാണ് കർക്കിടക വാവുബലി വരുന്നത്. അതുകൊണ്ട് തന്നെ ചിങ്ങത്തിൻ്റെ ആദ്യത്തിലാണ് ഓണം വരുന്നത്. അപ്പം നമ്മൾ ഈ വാവുബലിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ വർഷത്തിൽ എപ്പോഴൊക്കെ നമ്മൾ ബലിതർപ്പണം നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തിയാലും ഇതൊക്കെ തന്നെ സ്വീകരിക്കുക കർക്കിടക മാസത്തിലെ അമാവാസി നാളിലാണ്. അന്നാണ് പിതൃലോകത്തുള്ള വാതിൽ തുറന്ന് അവരത് സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ പിതൃബലി അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കും പിതാമഹന്മാർക്കും പ്രപിതാമഹന്മാർക്കും അങ്ങനെ 4 തലമുറയോളം നമ്മൾ ശ്രാദ്ധമൂട്ടുക എന്നുള്ളതാണ്. ശ്രദ്ധയോടെ വളരെ ശുദ്ധിയോടെ നമ്മൾ മനസ്സുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് അവർക്ക് ക്രിയകൾ ചെയ്യുക എന്നുള്ളത്. അത് അവർക്ക് ചെയ്യുന്ന ക്രിയകൾ മാത്രമല്ല, നമ്മൾക്ക് വേണ്ടിയാണ്. നമ്മുടെ DNA അവരുമായി കണക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു നന്ദി സൂചകം തന്നെയാണത്. കാരണം നമുക്ക് ജന്മം നൽകിയ ആൾക്കാരോടുള്ള നന്ദി നമുക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് മോക്ഷം കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പാതയിലേക്ക് പോകുമ്പോൾ ഭഗവാനിലേക്ക് ലയിക്കാനുള്ള അല്ലെങ്കിൽ പിതൃലോകങ്ങളിലേക്ക് അവരുടെ പ്രേതാവസ്ഥയിൽ നിന്ന് പിതൃ അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് മരണം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് 10 പ്രാണനാണ് ഉണ്ടാവുക. അപാനനൻ, ഉദാനനൻ, നാഗൻ, ഉദാത്തൻ, അങ്ങനെ വരുന്ന 10 പ്രാണൻ. അവസാനത്തെ പ്രാണൻ നമ്മുടെ 9ാമത്തെ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് നമുക്ക് മരണം സംഭവിച്ചു എന്ന് എല്ലാവരും സ്ഥിരീകരിക്കുക. പക്ഷേ ആ സമയവും 10ാമത്തെ പ്രാണനായ ധനഞ്ജയൻ നമ്മുടെ ശരീരത്തിൽ തന്നെ കിടക്കുന്നുള്ളതാണ്. ധനഞ്ജയൻ പുറത്തു പോവുക നമുക്ക് നമ്മളെ ചിതയിലേക്ക് എടുക്കുന്ന സമയത്താണ്. അപ്പം ഈ ഒരു സമയത്താണ് ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ പുറത്തേക്ക് പോവുക. ശരിക്കും നമ്മൾ ചിതയിൽ, അതായത് അഗ്നിശുദ്ധി തന്നെ നടത്തണം എന്നുള്ളത് തന്നെയാണ്. കുഴിച്ചിടാൻ പാടില്ല. കാരണം അത് പ്രേതാവസ്ഥ കൂട്ടാനുള്ള ഇടയാക്കും. അതുകൊണ്ട് പ്രേതാവസ്ഥയെ മാറ്റി പിതൃ അവസ്ഥയിലേക്ക് നമ്മൾ അവർക്ക് മോക്ഷമുക്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പം ഈ ധനഞ്ജയൻ ചിതയെരിയുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ധനഞ്ജയൻ പിന്നീട് വന്നു ചേരുക അയാളുമായി ബന്ധപ്പെട്ട രക്തബന്ധമുള്ള ആൾക്കാരിലേക്കാണ്. അവിടെയാണ് പുല ആരംഭിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസവും ബലിതർപ്പണം നടത്തുക എന്നുള്ളതാണ്. അപ്പം പ്രാദേശികമായും സാമുദായികപരമായും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.
വലിയ വലിയ ജാതിയെന്നും ചെറിയ ജാതിയെന്നും പറഞ്ഞ് നമ്മൾ ജാതി പറഞ്ഞ് വഴക്ക് കൂടുന്ന ഒരു കേരളത്തിൻ്റെ ഭ്രാന്താലയം എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ കടന്നുപോയിട്ടുണ്ട്. ശരിക്കും ഭ്രാന്താലയം തന്നെയായിരുന്ന ആ കേരളത്തിൻ്റെ ഒത്തൊരുമ ഇല്ലാതായിപ്പോയത് ആ ജാതി വ്യവസ്ഥ തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് നടന്നു പോകുന്നത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൻ്റെയാണ്. അതായത് ധവള വിപ്ലവം എന്നും ഹരിത വിപ്ലവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഒരു വിപ്ലവം, ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് അതെങ്ങനെയാണ്? ഒരു നല്ല മാറ്റത്തിന് വേണ്ടി. അതുപോലെ നമ്മുടെ ആധ്യാത്മികപരമായ പുരോഗതിയുടെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളെ ചുറ്റിലും നമ്മൾ കാണുന്നത്. ഒരുപാട് ആധ്യാത്മിക പുരോഗതി, ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നു, എല്ലാവരിലേക്കും ഭക്തി എത്തുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അത് നമ്മുടെ മാറ്റമല്ല, ആ പ്രകൃതീശ്വരിയായ ഭഗവാന്റെ പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹ വർഷം ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ, ഈ യൂണിവേഴ്സിൽ, നമ്മൾ പറയില്ലേ ദി സീക്രട്ട് എന്നൊക്കെ പറയും, യൂണിവേഴ്സിനോട് ചോദിക്കൂ, ഇതൊക്കെ തന്നെ ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹ വർഷം ചൊരിയുന്ന സമയത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രകൃതി അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആ ഭഗവാന്റെ നാമം അല്ലെങ്കിൽ ഭഗവാനോട് ലയിക്കാനുള്ള നമ്മുടെ ഇഷ്ടം കൂടിക്കൂടി വരുന്നത്. അപ്പം നമ്മളിരിക്കുന്ന സമയം വളരെ പ്രഷ്യസ് ആയ സമയമാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പം ഈ സമയങ്ങൾ ഈ 12, അത് ചില സ്ഥലങ്ങളിൽ 10 ബലിയായിട്ടും ചില ആൾക്കാർ 16 ബലിയായിട്ടും നടത്തപ്പെടുന്നുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തെ ബലിയെ പറ്റിയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ചെറുപ്പക്കാരായ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ അഗ്നിശുദ്ധി വരുത്തണ്ട അല്ലെങ്കിൽ ചിത കത്തിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രീനാരായണ ഗുരു പറഞ്ഞത് പ്രകൃതിയുടെ ശുദ്ധീകരണത്തിനും പ്രകൃതിയുമായി നല്ല രീതിയിൽ പോകാൻ ഏറ്റവും നല്ലത് നമ്മൾ ദഹിപ്പിക്കുക, ശവസംസ്കാരം ദഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അത് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ ദിവസത്തെ ബലി നർപ്പണം നടത്തുമ്പോൾ നമ്മൾ ഇപ്പം ഭഗവാന്റെ ആവാഹനം, ഈശ്വരന്മാരുടെ ദേവന്മാരുടെ ആവാഹനം പറയുമ്പോൾ കാല്, മുട്ട്, വയറ്, അങ്ങനെ മുഖം വരെ, അതുപോലെ ഓരോ ദിവസത്തെ ബലിതർപ്പണം നടത്തുമ്പോൾ അവസാനം ആ ശവിണ്ടി ആ ഒരു 12-ാമത്തെ 11-ാമത്തെ ദിവസം ആവുന്ന സമയത്ത് പൂർണ്ണമായ ഒരു ശരീരമാക്കി നമ്മൾ തർപ്പണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗരുഡപുരാണത്തിൽ പറഞ്ഞതനുസരിച്ച് 12-ാമത്തെ ദിവസം ആ പിണ്ടശരീരൻ ആ സ്വഗൃഹത്തിലേക്ക്, അതുവരെ അയാൾ ജീവിച്ചിരുന്ന സ്വഗൃഹത്തിലേക്ക് വരികയും അവിടെ തൻ്റെ ബന്ധുപുത്രാദികളെയൊക്കെ കണ്ട് സന്തോഷത്തോടെ യമകിങ്കരന്മാരോടുകൂടി പിതൃലോകത്തേക്ക്, ആ യമലോകത്തേക്ക് യാത്ര തിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം ആ സമയത്താണ് 12-ാമത്തെ ദിവസം അടിയന്തരം നടത്തുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ട് നമ്മളെ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന എല്ലാവരെയും കണ്ടുകൊണ്ട് അവർ യാത്രയാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു വർഷത്തോളം നമ്മൾ ആ മരിച്ചയാളുടെ നക്ഷത്രം, അപ്പം ആ നക്ഷത്ര സമയത്ത് ആ നക്ഷത്രത്തിന് ഓരോ മാസവും നമ്മൾ ബലിതർപ്പണം നടത്തുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ യമലോകത്തേക്ക് 12 മാസം, ഒരു വർഷമാകും ആ യമലോകത്തേക്ക് എത്താൻ. അപ്പം ഓരോ മാസത്തിലും പല പല വൈതരണികളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ തന്നെ അവർക്ക് മുമ്പോട്ടേക്ക് പോകാനുള്ള എനർജി, ശക്തി കിട്ടുന്നത് ഈ ബലിയിലൂടെയാണ്. അതായത് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവർ മുൾക്കാടുകളിലൂടെയും ചിലത് മരുഭൂമിയിലൂടെയും ദാഹിച്ചു വലിഞ്ഞ് യമകിങ്കരന്മാരുടെ ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് പോകുന്നത്. ഇവിടെയൊക്കെ അവർക്ക് തങ്ങൾ ഈ ജീവനോടിരിക്കുന്ന ശരീരത്തിലിരിക്കുമ്പോൾ അവർക്ക് നാമജപിക്കുമ്പോഴും അതേപോലെ തന്നെ അവരുടെ സന്തതി പരമ്പരകൾ അവർക്ക് കൊടുക്കുന്ന ബലിതർപ്പണങ്ങളാണ് ഇവിടെ നിന്നൊക്കെ അവരെ മുമ്പോട്ടേക്ക് നടക്കാൻ അവരെ പ്രാപ്തമാക്കുന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് അടുത്തതിലേക്ക് അവരെത്തുന്നത് ഈ ബലിതർപ്പണത്തിലൂടെയാണ്. അപ്പം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഈ പിതൃതർപ്പണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും ഒരു ഉപേക്ഷ വിചാരിക്കാതെ, അത് ഒരു പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും ബലിയിടാം. അത് നമ്മുടെ വീട്ടിൽ ചത്തുപോയ പശുവിനാവാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള പക്ഷിമൃഗാദികൾക്കാവാം. ഇനി
ഒരു പക്ഷേ ബലിതർപ്പണം കിട്ടാതെ പോയ മക്കളോ അല്ലെങ്കിൽ ആരുമില്ലാതെ അല്ലെങ്കിൽ വിശ്വാസമില്ലാതായി പോയ ആരെങ്കിലും നമ്മുടെ ചുറ്റിലുണ്ടെങ്കിൽ അവരെയും മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് ഒരു പിടി ഒരു ഉരുള അവർക്കും കൂടി ഒരു ബലിതർപ്പണം നടത്തുക. ഒരുപാട് ആത്മാക്കൾ പ്രേതാവസ്ഥയിൽ തന്നെ ഇവിടെ ഉഴലുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഒരു മോചനം കൊടുക്കുക. ഇവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അത്രയും അത്രയും വലുതാണ്. കാരണം നമ്മൾ പിതൃബലി നടത്താതിരിക്കുമ്പോൾ നമ്മളെ കുടുംബത്തിനുണ്ടാവുന്ന നാശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അകാല മരണം, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അകാല മരണം, മാറാരോഗങ്ങൾ, മഹാവ്യാധികൾ, പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അടിപിടി, അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഈ പിതൃബലി ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കേരളീയരായത്. ഒന്ന്, നാഗപ്രീതി വരുത്തണം, കുലദേവതയും അതുപോലെ തന്നെ പിതൃബലിയും. ഇത് 3ഉം വിധിയാവണ്ണം വളരെ ശ്രദ്ധയോടെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കുടുംബത്തിന് വളരെ ശ്രേയസ്കരമായ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളെ കർമ്മദോഷങ്ങളൊക്കെ നമുക്കുണ്ടാവും. നമ്മളെ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മദോഷങ്ങളൊക്കെയാണ് ആ ചിതയിൽ എരിഞ്ഞില്ലാതായി പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന കർമ്മദോഷങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ വളരെ ചെറുതാക്കി നമ്മൾ പറയും, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും അവസാന നിമിഷം എന്നെ ഭഗവാൻ രക്ഷിക്കും, അവിടെ നിന്ന് എന്നെ ഒന്ന് തട്ടി മാറ്റി മുമ്പോട്ടേക്ക് കൊണ്ടുപോകും. അത് തന്നെയാണ് ഈ പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റുന്നത്. നമ്മൾ ഭഗവാന്മാരെ മാത്രം പൂജിച്ചാൽ പോരാ, നമ്മളെ പിതൃക്കളെയും ഓർമ്മിക്കണം. അതുപോലെ പിതൃബലിയും നിർബന്ധമായും എല്ലാവരും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെയെങ്കിലും മനസ്സിൽ ഇനി വേണ്ട, ഞാനിത് ചെയ്യണ്ട എന്നാണെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും അങ്ങനെ ചെയ്യണം, എനിക്ക് പിതൃബലി നടത്തിയേ തീരൂ എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ ഈ സംഭാഷണത്തിന് ഒരർത്ഥമുണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോൾ എത്ര തന്നെ നിരീശ്വരവാദം പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫോട്ടോ വെച്ച് ഒരു ശ്രദ്ധാഞ്ജലി, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും അവരെ ഓർമ്മിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു തർപ്പണം തന്നെയല്ലേ. അതുപോലെ ഓരോരുത്തർക്കും ഈ കർക്കിടക മാസത്തെ ബലിതർപ്പണം നടത്താൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവട്ടെ, താല്പര്യമുണ്ടാവട്ടെ. അതുപോലെ എല്ലാവരും നടത്താൻ അത് വ്രതശുദ്ധിയോടുകൂടി എല്ലാ തരത്തിലുള്ള, അത് നമ്മുടെ ഭാവമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നല്ല, നമ്മൾ ആ മനസ്സുകൊണ്ട് ആ ഭാവത്തോടുകൂടി ഒരു പിടിയെടുത്ത് അവിടെ തർപ്പണം ചെയ്യുമ്പോൾ അവിടെ അവർക്ക് മോക്ഷം, മുക്തി കിട്ടുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.